രണ്ട് കൊരിന്തോസ് 8-ാം അധ്യായത്തിന്റെ തലക്കെട്ട് എന്താണ്? എ. പശ്ചാത്താപത്തിൽ സന്തോഷം. ബി. ഉദാരമായ ദാനം. സി. ദൈവത്തിന്റെ ആലയം. ഉത്തരം ഉദാരമായ ദാനം. 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകൾ ഉണ്ട്? എ 1, ബി 3, സി 2. ഉത്തരം 2. 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പൗലോസ് എപ്രകാരമാണ് കൊരിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത്? എ. സഹോദരരെ. ബി. പ്രിയപ്പെട്ടവരെ. സി. കുഞ്ഞുമക്കളെ. ഉത്തരം സഹോദരരെ. എവിടെ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കൊരിന്തോസുകാർ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? എ. കൊരിന്തോസിൽ വർഷിക്കപ്പെട്ട. ബി. മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട. സി. എഫേസോസിലെ സഭകളിൽ വർഷിക്കപ്പെട്ട. ഉത്തരം മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ എന്തൊക്കെയാണ് കരകവിഞ്ഞൊഴുകിയത്? എ. സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ബി. കൊടിയ ദുഃഖവും ക്ലേശങ്ങളും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. സി. സന്തോഷാധിക്യവും കൊടിയ ക്ലേശങ്ങളും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ഉത്തരം സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. മക്കദോനിയയിലെ സഭകളിൽ ദൈവകൃപ വർഷിക്കപ്പെടാൻ ഇടയാക്കിയത് എന്താണ്? എ. അവരുടെ വിശ്വാസം. ബി. അവരുടെ ഐക്യം. സി. അവരുടെ ഉദാരത. ഉത്തരം അവരുടെ ഉദാരത. മക്കദോനിയക്കാർ എങ്ങനെയാണ് ദാനം ചെയ്തത്? എ. തുറന്ന മനസ്സോടെ. ബി. ഉദാരതയോടെ. സി. വിശ്വസ്തയോടെ. ഉത്തരം തുറന്ന മനസ്സോടെ. ഏത് കാര്യത്തിൽ ആണ് തങ്ങളെ കൂടി ഭാഗഭാക്കുക്കളാക്കണമെന്ന് മക്കദോനിയക്കാർ അപേക്ഷിച്ചത്? എ. ദൈവ ശുശ്രൂഷയിൽ. ബി. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിലുള്ള ഭാഗ്യത്തിൽ. സി. സുവിശേഷ പ്രഘോഷണത്തിൽ. ഉത്തരം വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിലുള്ള ഭാഗ്യത്തിൽ. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ ഭാഗഭാക്കുകളാക്കണമെന്ന് എപ്രകാരമാണ് മക്കദോനിയക്കാർ അപേക്ഷിച്ചത്? എ. തീവ്രമായി. ബി. ശക്തമായി. സി. തുറന്ന മനസ്സോടെ. ഉത്തരം തീവ്രമായി. ദൈവഹിതം അനുസരിച്ച് അവർ ആർക്കാണ് താങ്കളെ തന്നെ സമർപ്പിച്ചത്? എ. ദൈവത്തിന്. ബി. തീത്തോസിന്. സി. പൗലോസിനും തിമോത്തിയോസിനും. ഉത്തരം പൗലോസിനും തിമോത്തിയോസിനും. തീത്തോസ് ആരുടെ ഇടയിൽ ആണ് കാരുണ്യപ്രവൃത്തികൾ ആരംഭിച്ചത്? എ. മക്കദോനിയക്കാരുടെ ഇടയിൽ. ബി. കൊരിന്തോസുകാരുടെ ഇടയിൽ. സി. ഫിലിപ്പിയക്കാരുടെ ഇടയിൽ. ഉത്തരം കൊരിന്തോസുകാരുടെ ഇടയിൽ. കൊരിന്തോസുകാരുടെ ഇടയിൽ കാരുണ്യപ്രവൃത്തികൾ ആരംഭിച്ചത് ആരാണ്? എ. പൗലോസ്. ബി. തിമോത്തിയോസ്. സി. തീത്തോസ്. ഉത്തരം തീത്തോസ്.
നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്നത് പോലെ എന്തിലും മികച്ചു നിൽക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്. എ. കാരുണ്യ പ്രവർത്തനങ്ങളിൽ, ബി. ശുശ്രൂഷകളിൽ, സി. സുവിശേഷ പ്രഘോഷണത്തിൽ. ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ. യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി എന്തിനാണ് ദരിദ്രനായത്? എ. പാപങ്ങളോട് കരുണ കാണിക്കാൻ, ബി. തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി, സി. സ്വയം എളിമപ്പെടുത്താൻ. ഉത്തരം തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി. 2 കൊരിന്തോസ് 8:12 അനുസരിച്ച് ആരുടെ കഴിവനുസരിച്ചുള്ള ദാനമാണ് ദൈവം സ്വീകരിക്കുന്നത്? എ. പാവപ്പെട്ടവന്റെ കഴിവിനനുസരിച്ചുള്ള ദാനം, ബി. സമ്പന്നന്റെ കഴിവനുസരിച്ചുള്ള ദാനം, സി. താല്പര്യത്തോടെ നൽകുന്നവന്റെ. ഉത്തരം താല്പര്യത്തോടെ നൽകുന്നവന്റെ. ആരുടെ കഴിവില്ലായ്മയാണ് കണക്കാക്കേണ്ടതില്ലാത്തത്? എ. താല്പര്യത്തോടെ നൽകുന്നവന്റെ, ബി. പാവപ്പെട്ടവന്റെ, സി. സമ്പന്നന്റെ. ഉത്തരം താല്പര്യത്തോടെ നൽകുന്നവന്റെ. 2 കൊരിന്തോസ് 8:14 പ്രകാരം നിങ്ങളുടെ കുറവ് എങ്ങനെയാണ് നികത്തപ്പെടുന്നത്? എ. അവരുടെ സമ്പന്നതയിൽ നിന്ന്, ബി. അവരുടെ സമൃദ്ധിയിൽ നിന്ന്, സി. അവരുടെ ഇല്ലായ്മയിൽ നിന്ന്. ഉത്തരം അവരുടെ സമൃദ്ധിയിൽ നിന്ന്. 2 കൊരിന്തോസ് 8:15 അനുസരിച്ച് അധികം സമ്പാദിച്ചവന് എന്ത് സംഭവിച്ചു? എ. ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, ബി. വലിയ സമ്പന്നനായി, സി. ധനികനായി. ഉത്തരം ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല. 2 കൊരിന്തോസ് 8:15 പ്രകാരം ആർക്കാണ് കുറവുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്? എ. ധാരാളം സമ്പാദിച്ചവന്, ബി. അല്പം സമ്പാദിച്ചവന്, സി. ധനികന്. ഉത്തരം അല്പം സമ്പാദിച്ചവന്. അല്പം സമ്പാദിച്ചവന് എന്തുണ്ടായിരുന്നില്ല? എ. കുറവുമുണ്ടായിരുന്നില്ല, ബി. നഷ്ടമുണ്ടായി, സി. സമ്പന്നൻ ആയില്ല. ഉത്തരം കുറവുമുണ്ടായിരുന്നില്ല. 2 കൊരിന്തോസ് 8:15 സമാന വാക്യം ഏത്? എ. പുറപ്പാട് 17:18, ബി. ഏശയ്യ 20:18, സി. പുറപ്പാട് 16:18. ഉത്തരം പുറപ്പാട് 16:18. 2 കൊരിന്തോസ് 8-ാം രണ്ടാമത്തെ ശീർഷകം ഏത്? എ. തീത്തോസും സഹകാരികളും, ബി. ദൈവത്തിന്റെ ആലയം, സി. ഉദാരമായ ദാനം. ഉത്തരം തീത്തോസും സഹകാരികളും. നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ചത് ആര്? എ. പരിശുദ്ധാത്മാവ്, ബി. ദൈവം, സി. ക്രിസ്തു. ഉത്തരം ദൈവം. നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. തീത്തോസ് കൊറിന്ത്യസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനം, ബി. സുവിശേഷ പ്രഘോഷണം, സി. കൊറിന്ത്യസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള ദൈവ ശുശ്രൂഷ. ഉത്തരം തീത്തോസ് കൊറിന്ത്യസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനം. ആരെയാണ് തീത്തോസിന്റെ കൂടെ അയച്ചത്? എ. സുവിശേഷ പ്രഘോഷണത്തിന് പ്രസിദ്ധി നേടിയ ഒരു വ്യക്തിയെ, ബി. സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ, സി. പൗലോസ്ലീഹായെ. ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ. തീത്തോസിനോട് കൂടെ അയക്കപ്പെട്ട സഹോദരൻ
ആരാൽ നിയോഗിക്കപ്പെട്ടവനാണ്? എ. സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ്. ബി. ദൈവത്താൽ. സി. പരിശുദ്ധാത്മാവിനാൽ. ഉത്തരം സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ്. ഉദാരമായ ഈ ദാനം എന്താണ്? എ. സുവിശേഷ പ്രഘോഷണം. ബി. കാരുണ്യ പ്രവർത്തനങ്ങൾ. സി. പരിശുദ്ധാത്മാ അഭിഷേകം. ഉത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ. താങ്കൾ ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നാണ് 8-ാം അധ്യായം 21 പൗലോസ്ലീഹ പറയുന്നത്? എ. ഉന്നതമായത്. ബി. മഹത്വപൂർണമായത്. സി. ആദരണീയമായത്. ഉത്തരം ആദരണീയമായത്. ആരുടെയൊക്കെ മുമ്പിൽ ആദരണീയമായത് ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ദൈവത്തിന്റെയും സഹോദരരുടെയും മുമ്പിൽ. ബി. കർത്താവിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ. സി. ദൈവത്തിന്റെയും സഭയുടെയും മുമ്പാകെ. ഉത്തരം കർത്താവിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ. നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസ നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ്. ആര്? എ. പൗലോസ്ലീഹ. ബി. തീത്തോസ്. സി. തീത്തോസിന്റെ കൂടെ അയച്ച സഹോദരൻ. ഉത്തരം തീത്തോസിന്റെ കൂടെ അയച്ച സഹോദരൻ. 2 കൊരിന്തോസ് 8-ാം അധ്യായം 23 അനുസരിച്ച് തീത്തോസ് ആരാണ്? എ. കൊരിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ പൗലോസിന്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ്. ബി. സുവിശേഷ പ്രഘോഷകനും സഹപ്രവർത്തകനുമാണ്. സി. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ഉത്തരം കൊരിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ പൗലോസിന്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ്. സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും ആരാണ്? എ. തീത്തോസ്. ബി. ഞങ്ങളുടെ സഹോദരന്മാർ. സി. പൗലോസ്ലീഹ. ഉത്തരം ഞങ്ങളുടെ സഹോദരന്മാർ. 2 കൊരിന്തോസ് 8-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 16. ബി. 20. സി. 24. ഉത്തരം 24.